അള്ളാന്റെ പള്ളിയിൽ നിന്നതാ, അള്ളാന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലിയുടെ ശബ്ദങ്ങൾ കേൾക്കുമ്പോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന സുന്ദരമായ പടച്ചവന്റെ ബാങ്കുലികൾ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് നമ്മുടെ കർണപുടങ്ങളിലേക്ക് വന്ന് പതിക്കുമ്പോ നിസ്കരിക്കാതെ കടച്ചിണ്ടയിൽ നിന്നുകൊണ്ട് വർത്തമാനം പറയുന്ന സഹോദര, വീട്ടിലെ അടുക്കളയിൽ മുടങ്ങിക്കിടക്കുന്ന സഹോദരി, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായതിന്റെ പേരില്, ബാങ്കിൽ വലിയ 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 കാശിയർ ആയതിന്റെ പേരില്, ഒരു മൾട്ടി കോംപ്ലക്സ് ഉണ്ടാക്കിയതിന്റെ പേരില് നിസ്കാരത്തെ ഒഴിവാക്കുന്ന ചെറുപ്പക്കാരാ, യുഹ്രിജൂനഹും മിനന്നൂരി ഇലൗലുമാത്. ഇല്ല ഇല്ല പോലെ ഇല്ല ഇല്ല, എത്ര പരിശ്രമിച്ചാലും സ്വർഗത്തിലേക്ക് നടക്കാൻ പറ്റൂല. കാരണം എന്തേ, നീ ദിവസം കഴിയുന്നോറും അവിടെ നിന്ന് നിഷേധിക്കുന്നത് പടച്ചവനെയാണ് പൊന്നുമോളെ. തിന്മകൾ അധികരിച്ചു വരുന്നു. എന്നാലതാ പടച്ചിറപ്പ് തന്നെ പറയുന്നത് യുഹ്രിജൂനഹും മിനന്നൂരി ഇലൗലുമാത്. ദിവസങ്ങൾ കഴിയുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നടക്കുന്നില്ല, ദിവസങ്ങൾ കഴിയുമ്പോൾ അവനതാ നന്മയിലേക്കല്ല പോകുന്നത്, പടച്ചിറപ്പവന് തിന്മയിലേക്ക് നടത്തുമെന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ തെളിവ് പറയുമ്പോ പൊന്നുമക്കളെ, തിന്മ ജീവിതത്തിൽ അധികരിച്ചു വരുമ്പോ ഓരോ ദിവസവും കഴിയുമ്പോ അവിടുന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഉപയോഗിച്ചിട്ട് ആയിരം ഹറാമിന്റെ മെസ്സേജുകൾ സെൻഡ് ചെയ്തിട്ട് ആയിരം നല്ല വീഡിയോകൾ കണ്ടിട്ട് തിന്മയെ കളപ്പതിച്ചു പോകുന്നതിന്റെ ഉദാഹരണമാണ് പടച്ചിറപ്പത ആലി ഇമ്രാൻ സൂറത്തിൽ പറയുന്നത്. നിങ്ങൾ സ്വർഗത്തിലേക്ക് അടുക്കൂല, നരകത്തിന്റെ അവകാശികളാണെന്ന് ഖുർആൻ അക്കമിട്ട് പറഞ്ഞു പോയി. സഹോദരാ, രണ്ട് കൂട്ടരുണ്ട്. ഒന്നാമത്തെ കൂട്ടര് നന്മയിലേക്ക് നടക്കുന്നവർ, രണ്ടാമത് ഞാൻ പറഞ്ഞ ഈ കൂട്ടരാരാ? മോശത്തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സമത്വത്തിനു വേണ്ടിയും അരാജകത്വത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന ഇന്നുള്ള സഹോദരങ്ങളും സഹോദരിമാരും, എന്റെ പ്രിയമുള്ള പെങ്ങളെ, നിങ്ങൾ സമത്വത്തിനു വേണ്ടി ഇന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നു. അവര് തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സമത്വത്തിലൂടെ മുന്നേറാൻ പറ്റുകയില്ല. സ്ത്രീകൾ തന്നെ സമത്വത്തിന് വേണ്ടി 50-50ക്ക് വേണ്ടി അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവർ തന്നെ അതാ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു സമത്വത്തിന് പുരുഷന്മാരുമായിട്ട് കിടപിടിക്കാൻ നമ്മുടെ ശരീരത്തിനോ ആരോഗ്യത്തിനോ സാധിക്കുകയില്ലെന്ന്. നമ്മളൊന്ന് ബസ്സിൽ കയറി നോക്കിയാൽ തന്നെ കാണാം, ഇന്ന് പുരുഷന്മാർക്ക് ഇരിക്കാനാണെങ്കിൽ ബസ്സിൽ സീറ്റില്ല. എത്ര ഉണ്ട് ആകപ്പാടെ? ഒരു ബസ്സിൽ 30 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ 18 എണ്ണവും പെണ്ണുങ്ങൾക്ക്, പിന്നെ ഉള്ള ഒന്ന് വികലാംഗനിക്കും വേറെ ഒന്ന് കണ്ടക്ടർക്കും. അവസാനം ആകപ്പാടെ സാധുവായ പുരുഷന്മാർക്ക് ഇരിക്കാനുള്ള 1-2 സീറ്റുകളാണ് പോകുന്നത്. അങ്ങനെ അതെന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് ഒരു പുരുഷനെ പോലെ ഒരുപാട് സമയം അവരുടെ ശരീരത്തിനെ പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല. ട്രെയിനിൽ തന്നെ ഇപ്പോൾ അവർക്ക് ഒരു ബോഗിയുണ്ട്. ഈ സമത്വത്തിന് വാദിക്കുന്ന പുരുഷന്മാരോട് കിടപിടിക്കാൻ നമ്മുടെ ശരീരത്തിനും സാധിക്കുമെന്ന് പറയുന്നവർ ഇന്ന് രണ്ടാമത്തെ ബോഗിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നോക്കിയാൽ എത്ര ഉദാഹരണങ്ങളാണ് സഹോദരങ്ങളെ. പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഇസ്ലാം പറയുന്ന പൊന്നുമോളെ നീ വീട്ടിനകത്തിരിക്കണമെന്ന്. അപ്പോൾ അതാ പെണ്ണുങ്ങളെന്ന് പറയുന്നു പരിശുദ്ധമായ ഇസ്ലാം ഏതോ ഒരു പഴഞ്ചൻ മതം. നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഉപ്പമാരൊന്നും കണ്ടിട്ടുണ്ടാകൂല, നമ്മുടെ മക്കളൊക്കെ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് വാട്സപ്പ് ഒന്നും ഇല്ലല്ലോ. അവർ കണ്ടിട്ടുണ്ടാകും. ഒരു പെണ്ണ്, അവള് പറയുന്നു ഞാൻ 10ാം ക്ലാസ് വരെ മദ്രസയിലൊക്കെ പഠിച്ചവളാ, പക്ഷേ ആ മതത്തിനകത്തുള്ള പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ അത് കേവലം ഒരു ഡയറി ആയിട്ടാണ് ഞാൻ കാണുന്നത് എന്നിവള് പറയുന്നു. എന്നിട്ട് പറയുന്നു ആ മതത്തിന്റെ ഒരു ഷാളിനപ്പുറത്ത്, ഒരു മറയ്ക്കപ്പുറത്തിരുന്ന ആണുങ്ങളും ഇപ്പുറത്തിരുന്ന പെണ്ണുങ്ങളും ഭക്ഷണം കഴിക്കുന്ന കല്യാണപ്പുരകൾ. ഇത് എന്ത് പഴഞ്ച മതമാണ്, അതുകൊണ്ട് ഞാൻ ആ മതത്തിനെ പുറംകാല് കൊണ്ട് തള്ളി നീക്കുന്നു എന്ന് ഈ പെണ്ണ് പറയുന്നു. ഒരു മുസ്ലിം പെണ്ണ, നമ്മുടെ വടക്കുള്ള പെണ്ണാണ്. ആ വീഡിയോയിൽ തന്നെ വേറെ ഒരു പെണ്ണ്
അവിടുന്ന് ഹൈദിന്റെ വിഷയത്തിൽ മെൻസസിന്റെ വിഷയത്തിൽ വന്നപ്പോ അവിടുന്ന് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നു, നിന്റെ മെൻസസിന്റെ ടൈമിൽ നീ നിന്റെ ഭർത്താവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റൂല, ബന്ധപ്പെടാൻ പാടില്ല. എന്നാൽ അവൾ പറയുന്നു, എന്തൊരു മതമാണ്, ഇന്നത്തെ ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ടല്ലോ മെൻസസ് ഉള്ളവർക്ക് ബന്ധപ്പെടാമെന്ന്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സുള്ളതെന്ന് ഇന്നത്തെ ശാസ്ത്രം പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാം മതം അതിനെ പിന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഇവള് ചോദിച്ചിട്ട് അവസാനം പറയുന്നു, പരിശുദ്ധമായ ഇസ്ലാം എനിക്കും വേണ്ട എന്ന് ഇവള് പറഞ്ഞിട്ട് ആ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? നമ്മുടെ മക്കൾക്ക് നമ്മൾ ഒരുപാട് എൽമ കൊടുത്തു, നമ്മുടെ പെൺമക്കൾക്ക് നമ്മൾ ഒരുപാട് എൽമ കൊടുത്തു, ആൺമക്കൾക്ക് ഒരുപാട് എൽമ കൊടുത്തു. ഞാൻ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിൽ വാഴ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മർക്കസിൽ ക്ലാസ് ഉണ്ടായതുകൊണ്ട് രാത്രി തന്നെ ബസ് കയറിയിട്ട് എനിക്ക് കിട്ടിയ സീറ്റ് ഏറ്റവും പിന്നിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ബേക്കിലിരിക്കുമ്പോൾ എന്റെ തൊട്ട് ഫ്രണ്ടിലിരുന്ന രണ്ടുപേര് ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു യുവാവും ഒരു യുവതിയും. ഈ പെണ്ണിട്ടിരിക്കുന്ന വസ്ത്രം ടീഷർട്ടും ജീൻസുമാണ്. ഞാൻ കാര്യമാക്കിയില്ല, ഇന്നുള്ളവരെല്ലാം ഇങ്ങനെയാണല്ലോ ഇടുന്നത്, തലയൊന്നും മറച്ചിട്ടുമില്ല. ആ സീറ്റിലിരുന്നവരെ കാണിക്കേണ്ടത് മുഴുവനും കോഴിക്കോട് ജില്ല വരെ കാണിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, രാവിലെയാകുമ്പോ അവിടുന്ന് കോഴിക്കോട് എനിക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് ഞാൻ ഇറങ്ങി, പെണ്ണ് ഇറങ്ങി. പ്രിയമുള്ള സഹോദര, എന്റെ ഉപ്പമാരെ ബാംഗ്ലൂരിലും അവിടുന്ന് കോയമ്പത്തൂരിലും മുംബൈയിലുമൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ പെൺമക്കളെ പറഞ്ഞുവിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പെണ്ണത പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഉപ്പാപ്പമാരെ, എന്താണ് ഈ പെണ്ണത? അതിനകത്ത് ജീൻസും ടീഷർട്ടും ഇട്ടുകൊണ്ടിരുന്ന ഈ പെണ്ണ് അതാ ഒരു ബറദയെടുത്തങ്ങ് മുകളിലൂടെയിട്ട് നല്ല ഹിജാബൊക്കെ ഇട്ടിട്ടതാ പുറത്തേക്ക് ഇറങ്ങുന്നു. ഹിജാബിട്ട് പിന്നെ അവനുമായിട്ട് ഒരു സമ്പർക്കവും ഇല്ല. പിന്നെ അവൻ അപ്പുറത്തോട്ട് അവൾ ഇപ്പുറത്തോട്ട്, ഒരു ബന്ധവും ഇല്ല. പുറത്ത് വിളിച്ചു കൊണ്ടുപോകാൻ വന്നു നിൽക്കുന്നത് ഒരു തൊപ്പി വെച്ച ഉപ്പാപ്പയാ. എനിക്ക് കരച്ചിൽ വന്നു പോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഉപ്പ തന്റെ മോളെ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ വിട്ടിട്ട് അവധി കഴിഞ്ഞ് വരുമ്പോൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വിളിക്കാൻ വേണ്ടി പോയി നിൽക്കുമ്പോ അവിടുന്ന് കോളേജ് സമയത്ത് മുഴുവനും അവൾ കാമലീലകളിൽ ബന്ധപ്പെട്ടിട്ട് ബസ്സിനകത്തിരുന്നുകൊണ്ടും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നാണവുമില്ലാതെ തന്റെ ഉപ്പയുടെ കൈയും പിടിച്ച് നടന്നുപോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് എന്തുകൊണ്ട് എന്റെ പെങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി? എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് സംഭവിക്കുന്നതെന്ന് നമ്മുടെ മാതൃക ഇന്ന് ആരാണ്? എന്റെ സഹോദരി, ഇന്ന് മഗ്‌രിബിന്റെ സമയമായി കഴിഞ്ഞാൽ അതാ നമ്മുടെ മുന്നിലേക്ക് TV ഓണാക്കി വെച്ചിട്ട് കാണുന്ന എത്രയെത്ര സീരിയലുകളാ. ആ സീരിയലിലുള്ള നടിമാടിരുന്ന വസ്ത്രങ്ങളെ വലിച്ചു വാരിയിട്ടിട്ട് അവര് ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് ഒരു ദിവസം അങ്ങ് കറണ്ട് ഓഫായി പോയാൽ, പവർ കട്ട് വന്നു പോയാൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഭർത്താവിനെ ചീത്ത വിളിക്കുന്ന ഒന്ന് പവർ മേടിച്ചു വെച്ചൂടെ മനുഷ്യ എന്ന് ചോദിച്ചിട്ട് ഭർത്താവിനെ ചീത്ത വിളിക്കുന്ന ഭാര്യമാര് എത്രയുണ്ട്? പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നെന്റെ പ്രിയമുള്ള സഹോദരി, നിങ്ങളുടെ മാതൃകയാരാണ്? അടച്ചിറപ്പത പറയുന്നു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന മകളെ ബീബി ഫാത്തിമത്തു സഹ്റ. ആരാണ് ബീബി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ? ഇത് പറ്റൂല, കേട്ടിട്ട് എഴുന്നേറ്റ് പോയാൽ പറ്റൂല. നമ്മൾ തർബിയത്ത് ചെല്ലേണ്ടവർക്ക് ചൊല്ലിക്കൊടുക്കണം, സ്വലാത്ത് ചെല്ലേണ്ടവർക്ക് ചൊല്ലിക്കൊടുക്കണം. ഇടയ്ക്കൂടെ ഞാൻ പറയുന്നു, അൽ-ബിദായ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ പേര് കേട്ടിട്ടൊരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അവന്റെ റൂഹിനെ പിടിക്കുമ്പോൾ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നല്ലതുപോലെ ബുദ്ധിമുട്ടിരിക്കുമെന്നാണ്. അതുപോലെ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് കേട്ടിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ മഴയുടെ കാര്യത്തിൽ പിശുക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ബഹുമാനിക്കേണ്ട, തർബിയത്ത് ചൊല്ലേണ്ട, സ്വലാത്ത് ചൊല്ലേണ്ടവർക്ക് നമ്മൾ ചൊല്ലിക്കൊടുക്കണം. ലഅനത്ത് ചെയ്യേണ്ട ശൈത്താൻ പോലെയുള്ളവരെ നമ്മൾ ലഅനത്ത് ചെയ്യുകയും വേണം. പ്രിയമുള്ള സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത് ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ ഇന്നവിടുന്ന് മോശമായ സീരിയൽ നടികളെയും സിനിമാ നടികളെയും നമ്മുടെ മോഡലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തി എഴുതുമ്പോ, സിനിമാ താരങ്ങളുടെ ഡ്രസ്സുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരി ആരാണ്? ഫാത്തിമത്തു സഹ്റ. ആതൽ നബിയുടെ
ഫാത്തിമ ആലി ഹൈദർ പ്രിയ ഇദർ ഫാത്തിമ ആശിച്ചൊരുമാൻ പഴം തിന്നുവാൻ അത് പൂമാരനോട് പറഞ്ഞു. ആരാണ് ഫാത്തിമത്തു സഹറ? എത്രയെത്ര സർട്ടിഫിക്കറ്റിന്റെ ഉടമയാ. ഇന്നത്തെ പോലെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് അല്ല, PG കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, PhDയുടെ സർട്ടിഫിക്കറ്റ് അല്ല. അതിനൊക്കെ മേലെ മേലെ നിൽക്കുന്ന ഹബീബായ പൊന്നണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നോമന മകള് ബീവി ഫാത്തിമത്തു സഹറ ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയ അവസരത്ത്, ലോകത്തിൽ നിന്ന് മരിച്ചുപോയ സമയത്ത് ഹബീബായ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയ അവിടുന്ന് വാപ്പയുടെ ഉമ്മയെന്ന് അറിയപ്പെട്ട ഉമ്മു അബൂഖ, വാപ്പയുടെ ഉമ്മയെന്ന് ലോകത്തിൽ പേരുകൊണ്ടറിയപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഒന്നാമത്തെ സർട്ടിഫിക്കറ്റ് എന്താണ്? ഹബീബായ തങ്ങളുടെ പൊന്നുമോളാണ്. രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് എന്താണ്? അലിയാര് തങ്ങളുടെ സഹധർമ്മിണിയാണ്. തീർന്നില്ല സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള യുവാക്കളെ, നാളെ നമ്മളെങ്ങാനും സ്വർഗത്തിന്റെ പടവ് ചവിട്ടിയിട്ട് സ്വർഗത്തിലേക്ക് കടന്നു ചെന്നാല് നാളെ നമ്മളെ നയിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ തങ്ങളുടെ പൊന്നുമയല്ലേ ബീവി ഫാത്തിമത്തു റളിയല്ലാഹു അൻഹാ. സഹോദരിമാരെ, ആ ബീവിയുടെ ജീവിതത്തിന്റെ ഒരു അണിമണി തൂക്കമെങ്കിലും ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ട്. സിനിമാ നടിമാരെയും സ്പോർട്സ് താരങ്ങളെയും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നടക്കുമ്പോ നമ്മുടെ മുൻകാരികളായ നഫീസത്ത് നസ്രിയ റളിയല്ലാഹു അൻഹ നമ്മുടെ ജീവിതത്തിലുണ്ടോ? റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കാണാനുണ്ടോ? ഇല്ല. അവരൊന്നും ഇന്ന് നമുക്ക് വേണ്ട, അവരുടെയൊന്നും ജീവിതം നമുക്കിന്ന് വേണ്ട. എന്റെ പ്രിയമുള്ള സഹോദരിയെ, ഇന്നതാ നമ്മളതാ മരിച്ചു കിടക്കുമ്പോ മയ്യത്ത് കട്ടിൽ കൊണ്ടുവന്നിട്ട് പള്ളിയുടെ മിമ്പറിലേക്ക് കൊണ്ടുപോയി നിസ്കരിക്കുമ്പോഴുള്ള മയ്യത്ത് കട്ടിലുണ്ടല്ലോ, ആ മൂടിയിട്ടുള്ള മയ്യത്ത് കട്ടിലുണ്ടല്ലോ, അത് ലോകത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത മഹദിയാണ് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അതെന്തിനു വേണ്ടിയാണ് തയ്യാറാക്കിയത് സഹോദര? മരണത്തിനോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്നു, മരിക്കാൻ വേണ്ടി കാത്തു കിടക്കുന്ന ബീവിയതാ പൊട്ടി പൊട്ടി കരയുന്നു. മരിക്കുമെന്ന പേടി കൊണ്ടല്ല, മരിക്കുമെന്ന പേടി കൊണ്ടല്ല പൊട്ടിക്കരയുന്നത്. ദുനിയാവിന്റെ ആർഭാടങ്ങളിൽ നിന്ന് പടച്ചോനെ ഇനി വിടവാങ്ങാൻ പോണല്ലോ, ഇനി ഈ കോട്ടകൊത്തളങ്ങളിൽ കിടക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല ഭീതി കരയുന്നത്. മറിച്ചതാ കരയുന്നതാ അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നു. ഞാനതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് പോയി ചോദിച്ചു, എന്തിനാണ് മോളെ കരയുന്നത്? എന്തിനാണ് മോളെ ഫാത്തിമ കരയുന്നത്? ഓ അസ്മാ, ഞാനതാ മരിക്കാൻ പോവുകയാണ്. എന്റെ ശരീരത്തിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഇന്നുള്ള മയ്യത്ത് കട്ടിൽ തുറസായ കട്ടിലാണ്. ആ കട്ടിൽ കൊണ്ടുപോകുമ്പോ എന്റെ ശരീരത്തിന്റെ വിടവ്, എന്റെ ശരീരത്തിന്റെ ആദ്യഭയം, എന്റെ ശരീരത്തിന്റെ ആ ശരീരഭാഷ ആരെങ്കിലും കണ്ടുപോയാൽ അതെനിക്ക് നാളെ തെറ്റായിട്ട്, കുറ്റമായിട്ട്, ശിക്ഷയായിട്ട് ഭവിച്ചു പോകുമോ?
എന്നതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന പുണ്യമോളെ വിഷമിക്കണ്ട, നിന്റെ മയ്യത്ത് കൊണ്ടുപോകാൻ അതാ മിസ്റിൽ ഉപയോഗിക്കുന്ന മയ്യത്ത് കട്ടില് മുഴുവനും മൂടിയിട്ടുള്ള കട്ടില് ഈ നാട്ടിലേക്ക് കൊണ്ടുവരും പൊന്നുമോളെ എന്ന് പറഞ്ഞിട്ടതാ ഒരു പെണ്ണ് ജീവിക്കേണ്ട മാതൃകയുടെ ഏറ്റവും വലിയ ഉദാത്തമായ രീതി കാണിച്ചു തന്ന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ ജീവിതത്തിന്റെ ഒരു അണുമണി തൂക്കമെങ്കിലും ഇന്ന് നമ്മുടെ ഉമ്മമാരുടെ ജീവിതത്തിലുണ്ടോ?